Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 22.55 പോയിൻറ്റ്സ്. ഇപ്പോൾ 24,343 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. 24,343.45. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീക്ക്ലി ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 350 മുകളിലാണ്. 24,350 മുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട് ലെവലായിരുന്നു 24,350. ആ ലെവലിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. ഈ വീക്ക് നമുക്ക് 24,700 ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വരുമോ നോക്കാം. പക്ഷേ ഈ വീക്ക്ലി ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ 350 താഴെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 350 ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് മാറിയിട്ടുണ്ട് ഓൾറെഡി. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, പക്ഷേ ചാർജ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ 300 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഡേ ലോ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,250. കോൾ ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 120 ആണ്. അതുപോലെ തന്നെ 24,200 നോക്കാം. അപ്പോൾ നമ്മൾ നാളെയാണ് വീക്ക്ലി എക്സ്പയറി. അതുകൊണ്ട് തന്നെ എക്സ്പയറിയോട് അടുക്കുമ്പോൾ നമുക്ക് പ്രീമിയം വളരെ കുറവായിരിക്കും. എന്നിട്ട് ആ പ്രീമിയം ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിൽ സ്പൈക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. പക്ഷേ ഓപ്ഷൻ ബൈയിങ്ങിനെ കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചറിന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ എൻട്രീസ് പലപ്പോഴും വരാതെ ഒരു യൂണി ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. യെസ്, 24,450 പുട്ട് ഓപ്ഷൻ, അതുപോലെ തന്നെ 24,400 പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡയറക്ഷണൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഡേ ലോയിലേക്കാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഈ ആഴ്ച നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ട്രേഡ്സ് പോകുന്നതെന്ന്. അത്യാവശ്യം എൻട്രീസ് നമ്മൾ അഗ്രസീവായിട്ട് ആണ് കഴിഞ്ഞ 2 ദിവസവും എടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതിൻ്റെ ഡയറക്ഷണൽ ട്രേഡും അതുപോലെ തന്നെ എൻട്രി പ്രോബ്ലമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് നമുക്ക് കഴിഞ്ഞ 2 ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2,000 അതുപോലെ 1,100, 1.1K 2K ലോസാണ് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ലാസ്റ്റ് 2 ട്രേഡിംഗ് സെഷനിൽ. അപ്പോൾ ഈ ആഴ്ച നമുക്ക് നല്ലൊരു പോസിറ്റീവ്, പിന്നെ കഴിഞ്ഞ 2 ദിവസവും കഴിഞ്ഞ ആഴ്ചയിലെ ലാസ്റ്റ് 2 ട്രേഡിംഗ് സെഷൻസ് സൈഡ് വൈസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വീക്ക് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ആ ഒരു മിസ്റ്റേക്സൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കൂടുതൽ ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള. ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ്. 300 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഡയറക്ഷൻ എന്തായാലും ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 24,400 പുട്ട് ഓപ്ഷൻ, $122 ട്രേഡ് ചെയ്യുന്നുണ്ട്. 24,450. ഓക്കെ, 500 നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് മാറ്റണം. 24,200 കോൾ ഓപ്ഷൻ, 250 ആഡ് ചെയ്തിട്ടുണ്ട്.
ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. അഗെയിൻ പ്രൈസ് റിജക്ഷനാണ്, ഹയർ ലെവൽസ് ഒന്നും. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡോസ് ആയിരിക്കും, നമുക്ക് നോക്കാം. എന്തായാലും ഡയറക്ഷൻ കൺഫർമേഷന് ശേഷം നമുക്ക് എൻട്രി എടുക്കാം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് 63.80 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ് നിഫ്റ്റി. അപ്പോൾ ഇന്നലത്തെ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. പിന്നെ ഇന്നലത്തെ ഡേ ലോ ലെവലിലാണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ, ഡേ ലോ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് ഓപ്പണിങ്ങിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു ബൈയിങ് പ്രഷർ നമുക്ക് കാണുന്നുണ്ട് 24,225 ലെവൽ. ഇപ്പോൾ ഒരു ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വോളട്ടൈൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. 24,100 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,100 24,150 അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,400 24,350 400 ഓൾറെഡി ഉണ്ട് വാച്ച് ലിസ്റ്റിൽ. 24,350 ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പുട്ട് ഓപ്ഷൻ ഇന്നലത്തെ ഡേ ഹൈ ലെവലിലേക്കാണ് പുട്ട് ഓപ്ഷൻ വന്നിട്ടുള്ളത്. സ്പോട്ട് ആണെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തൊരു ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. ഒരു പുൾ ബാക്ക് വന്നെങ്കിലും പ്രൈസ് റിജക്ഷൻ ആണ് ഹയർ ലെവൽസ് എന്ന് കാണാൻ സാധിക്കുന്നത്. 24,250 ലെവലിൽ നിന്ന് 24,253.95 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ. $63.80 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഡയറക്ഷണൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിനുശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. ഏകദേശം ഒരു 90-100 ലെവലിലുള്ള പ്രീമിയം നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രൈക്ക് പ്രൈസസ് ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഒരു 110 വരെ നമുക്ക് പോവാം. അതേസമയം നമ്മൾ അറ്റ് ദ മണി അല്ലെങ്കിൽ
ഏകദേശം പ്രീമിയം 150 160 പ്രീമിയം നമ്മൾ സാധാരണ വാച്ച് ചെയ്യാറുള്ള ആ ഒരു പ്രീമിയം വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അറ്റ് ദ മണി അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ട് ഓഫ് ദ മണി വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മളിവിടെ 400 ഇൻ കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 100ഉം 150 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് 200 250 ലെവലിലാണ്. അപ്പോൾ നമ്മളൊരു 150 ലെവൽ ജസ്റ്റ് ഔട്ട് ഓഫ് ദ മണി ആണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇൻ ദ മണി. ഓക്കെ, $100 $150 ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പുട്ട് ഓപ്ഷനും അതുപോലെ തന്നെ 300 350 400 350 ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഡയറക്ഷണൽ കൺഫർമേഷൻ ബെയറിഷ് സൈഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. കൺഫേം ആയതിനു ശേഷം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഹയർ ഹൈ വന്നിട്ടുണ്ട് സ്പോട്ടിൽ. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അപ്പ് മൂവ് ആണ്, പക്ഷേ ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ലോവർ ലോ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു റിക്കവറി ആയിരിക്കും ഒരു പക്ഷേ ഇന്ന് വീക്ക്ലി എക്സ്പയറി ഡേ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമുക്കൊരു ഇതേപോലത്തെ ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചു. 5 മിനിറ്റ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നലെ ഇതേപോലെ ഫോളോ ആയതിനു ശേഷം ഒരു റിക്കവറി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു റിക്കവറി വരാനുള്ള ചാൻസസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ലോവർ ലോ വന്നതിന് ശേഷം അത് കൺഫേം ആവുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈ റീടെസ്റ്റ് ചെയ്തു. അതിൽ തന്നെ ഒരു ബ്രേക്ക് ചെയ്യുന്നത് പോലെ ഒരു കൺഫർമേഷൻ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ പ്രൈസ് 24,250 ലെവലിൽ നിന്ന് അഗെയിൻ ഒരു പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രീമിയം ഡിക്ക് അത്യാവശ്യം വരാനുള്ള ചാൻസസ് ഉണ്ട്. 200 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 150 ലെവലിലേക്കെല്ലാം ഫോളോ ആവാൻ 140 150 ലെവലിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അപ്പ് മൂവ് വരിക. എന്തായാലും ഒരു കോൾസ് ആയിട്ടുള്ളൊരു എൻട്രിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നതിന് ശേഷമായിരിക്കും റിക്കവറി. അങ്ങനെ റിക്കവറി മൊമെൻറ്റം വരികയാണെങ്കിലോ അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഒരു എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. പുട്ട് ഓപ്ഷൻ എൻട്രി എന്തായാലും സോഫ്റ്റ്വെയർ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെയുള്ള മൂവ്മെൻറ്റ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു റിക്കവറിയാണ് വരുന്നത്. ഒരു എൻട്രി നമുക്ക് എടുക്കാം. 24,100 കോൾ ഓപ്ഷൻ. $130 കിട്ടുമോ നോക്കാം. $36 വന്നു കഴിഞ്ഞു ഓൾറെഡി. 25 ലെവലിലാണ് എടുക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അപ്പോഴേക്കത് പ്രൈസ് കുറച്ച് പെട്ടെന്ന് വന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം. 128 എൻ്റർ ചെയ്യാം. നോക്കട്ടെ, 128 വരുമോ നോക്കാം. 128 കിട്ടുമോ നോക്കാം. മാർക്കറ്റ് റിക്കവർ ആവുന്നുണ്ട്. ഡേ ഹൈയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഹയർ ലെവൽസിൽ ഒരു എൻട്രി എടുക്കാൻ പറ്റുമോ നോക്കാം ഒരു പുൾ ബാക്കിന് ശേഷം. ഓക്കെ, ആക്റ്റീവ് ആയിട്ടില്ല. 128.25 എത്രയാണ് വന്നത്. 120-30 ആക്റ്റീവ് ആവും. പക്ഷേ 28 വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 130 128 തന്നെ വെയിറ്റ് ചെയ്യാമെന്നാണ് തോന്നുന്നു. നോക്കാം.
വൺ ലോട്ടാണ് എടുക്കാൻ. യെസ്, ആക്റ്റീവ് ആവാൻ പോകുന്നു. യെസ്, ആക്റ്റീവായിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത്യാവശ്യം സമയമെടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇന്നൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. വരുന്നുള്ള വ്യൂവിലാണ് എടുത്തിട്ടുള്ളത്. ഡേ ഹൈയിലേക്ക് വരണം. 24,270 ലെവൽ, അറൗണ്ട് 24,269.65 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം സമയമെടുക്കും. ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് നോക്കാം. 10:42 ഇപ്പോൾ സമയം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒന്നുകൂടി ലോവർ വന്ന് റിക്കവർ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. നമ്മുടെ പൊസിഷൻ 128-ലെടുത്ത എൻട്രി ഇപ്പോൾ അത് 119 ട്രേഡ് ചെയ്യുന്നു. 120, 12 മണിയായി. ഞാൻ നേരത്തെ 12 മണിക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം സമയമെടുക്കുന്ന ഒരു ട്രേഡ് തന്നെയാണിത്. ഒരു റിവേഴ്സൽ ട്രേഡാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ ലോ വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 87 ആണ്. അപ്പോൾ ഒരു 40 പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ഷണൽ ട്രേഡാണിത്. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എയ്തർ ഇന്നത്തെ ഡേ ക്യാൻഡിൽ ഗ്രീൻ ആവാം, അല്ലെങ്കിൽ ഇന്നത്തെ ഓവറോൾ ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ളത് 63.80 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അത് പോസിറ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ 128 ലെവലിൻ്റെ താഴെ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ആക്റ്റീവ് ആയതിനു ശേഷം ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നിട്ടില്ല. ലോ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 87 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വൺസ് 128 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്സ് എന്ന് പറയുന്നത് 156 അതുപോലെ തന്നെ 175 ലെവലാണ്. 75 ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ 200+ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഡീപ്പിലേക്ക് ഇനിയും ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനിയൊരു 130 ആകുമ്പോൾ നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഒരു 20 പോയിൻറ്റ്സോളം ലോസിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 128-ൻ്റെ താഴെ തന്നെയാണ്. 128 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ വൺസ് 128 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏതായാലും 24,250 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാനിത് ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രേഡ് പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇന്ന് എക്സ്പയറി കൂടിയാണ്. അതുപോലെ തന്നെ 12 മണിക്ക് നമ്മൾ ഇതിനു മുൻപ് നോക്കുന്ന സമയത്ത് അറൗണ്ട് 12 o'clock അത് 128 കോസ്റ്റ് ലെവൽ ആയിരുന്നു. അതിനുശേഷം 100 ലെവലിലേക്ക് 100ലേക്ക് വന്നു. 100ലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ അത് 115-110 ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് പോയത്. 1.5 മണിക്കൂർ എന്ന് പറയുന്ന ചാർട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതിന് അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ 1.5 മണിയൊക്കെ കഴിയുമ്പോഴൊക്കെയാണ് നമുക്ക് കുറച്ച് അത്യാവശ്യം ഒരു എക്സ്പയറി മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ വരുമോ നമുക്ക് നോക്കാം. നമ്മുടെ ഫേവറബിളായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. എഗെയിൻസ്റ്റ് പോവുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഡീപ്പ് ലെവലിലേക്ക് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ആസ് ഓഫ് നൗ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. 1K ലോസ് ഉണ്ട്. നമുക്കിനി മൊമെൻറ്റം വന്നതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. വീണ്ടും അരമണിക്കൂർ കൂടി പിന്നിട്ടു. പക്ഷേ നമ്മുടെ പൊസിഷൻ കൂടുതൽ ലോസിലേക്കാണ് വന്നിട്ടുള്ളത്. 1.5K ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സമയം ഉണ്ട്. 1.5 മണിക്കൂറോളം ഇനിയും സമയമുണ്ട്.
ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇന്നത്തെ ഈ ഒരു ട്രേഡ്. അതുപോലെ തന്നെ ഡേ ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു ലോ റീടെസ്റ്റ് കഴിഞ്ഞതാണ്, പക്ഷേ ഡേ ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തത് കൊണ്ട് ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 24,250 അതുപോലെ തന്നെ ഡേ ഹൈ ലെവൽ 270 ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 50-ൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു 50 റുപ്പീസ് ൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 80 രൂപയോളം റിസ്ക് ഉണ്ട്. 5.2K റിസ്ക് ഉണ്ട്. അത് റിവൈസ് ചെയ്ത് ഒരു 80ലേക്ക് ആക്കണമെന്നുണ്ട്. അത് വൺസ് 128 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 80 ലെവലിലേക്ക് റിവൈസ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നോക്കാം. ഇപ്പോൾ നമുക്ക് 1.4K ലോസിലാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മണിയായി. എക്സ്പയറി മൂവ്മെൻറ്റ് ഈ ഒരു സമയത്താണ് വരേണ്ടത്. നമുക്ക് എഗെയിൻസ്റ്റ് പോകുമെന്നുള്ളത് നമുക്ക് നോക്കാം. 128 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൊമെൻറ്റം 24,250 ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 790-900 റുപ്പീസ് ലോസിലാണ് നിൽക്കുന്നത്. 113ലാണ്. 128 വന്നു കഴിഞ്ഞാൽ 128 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു മൊമെൻറ്റം, ചെറുതായിട്ടൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. ഞാൻ റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നായിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും 50-ൽ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. റിവൈസ് ചെയ്യണമെങ്കിൽ 128 ലെവൽ ബ്രേക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്യാം. 95ലേക്ക് റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 2.1Kയിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചു. 2.1K ആണ് മാക്സിമം ലോസ്. 128ലാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഒരു 33 പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ 2.1K ലോസാണ് മാക്സിമം ലോസ്. ഇപ്പോൾ ഓൾറെഡി 1.5K ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ എന്തായാലും കൂടുതൽ ഡൗൺ സൈഡാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ളൊരു റിസ്ക് അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വാണ്ടിറ്റിയും ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്നാലൊരു കൺസോൾട്ടേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആയതിനു ശേഷം ഒരു 10:42 ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആയത്. ഈ ഒരു ക്യാൻഡിൽ ആക്റ്റീവ് ആയതാണ്. ഈ ഒരു ക്യാൻഡിൽ ആക്റ്റീവ് ആയതിനു ശേഷം ആ ഒരു ഏരിയയിൽ തന്നെയാണ് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് 3.5 മണിക്കൂറായി നമ്മൾ ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻട്രി നോക്കിയാൽ 10:42 അപ്പോൾ ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല. 95 റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും 95 വരികയാണെങ്കിൽ എക്സിറ്റ് ആവട്ടെ, അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഒരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ മാത്രം നമുക്ക് ഇത് റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 95 എക്സിറ്റ് ആവുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് നാളെ നോക്കാം. നാളെ നല്ല ട്രേഡ്സ് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു ട്രേഡ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ഞാൻ 95 സ്റ്റോപ്പ് ലോസ് 100ലേക്ക് റിവൈസ് ചെയ്തു. അപ്പോൾ 1.8K ലോസിലാണ് ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ 100ലേക്ക് റിവൈസ് ചെയ്തതൊരു മിസ്റ്റേക്ക് ആണോ എന്നൊരു സംശയമുണ്ട്.
കാരണം 100 ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഞാനത് 110 ഓൾമോസ്റ്റ് 110 ലെവലിലേക്ക് ചെറിയൊരു ഫുൾ ബാക്ക് അറൗണ്ട് 103-4 ലെവലിൽ നിന്ന് വന്നപ്പോൾ ഞാനത് 100 റിവൈസ് ചെയ്താണ്. ഇപ്പോൾ എക്സാക്റ്റ് 100 ലെവലിൽ സപ്പോർട്ടാണ്. 100 അഗെയിൻ 105 വന്നിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഒരു ലോങ്ങസ്റ്റ് ഹോൾഡിംഗ് ആണിത്. ഈ അടുത്ത് ഇത്രയും സമയം നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ല ഒരു പൊസിഷൻ. ഇപ്പോൾ 1.8K ലോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറേ സമയം നമ്മൾ ഹോൾഡ് ചെയ്തൊരു സൈഡ് വേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡേലോ വരാനുണ്ട് സ്പോട്ട് ലെവല്. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഒരു അപ്പ് മൂവ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇന്ന് 24,250 ലെവലിൽ ക്ലോസ് ചെയ്യുക നോക്കാം. അങ്ങനെ CASന് ശേഷമാണെങ്കിലും ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തു 1.8K ലോസിലാണ്. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഒരു 5.2K റിസ്ക്കാണ് നമ്മൾ മാക്സിമം കുറച്ച് 1.8 ക്ലോസ് ചെയ്യാൻ പറ്റി. ഇത്രയും സമയം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ 100 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ട്രേഡ് എക്സിറ്റ് ചെയ്തു. അപ്പോൾ നല്ലൊരു സൈഡ് വേസ് മൂവ്മെൻറ്റാണ്. നമ്മളൊരു 10:40 ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ റേഞ്ചിൽ മാത്രമാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹയർ ലെവലിൽ നോക്കുകയാണെങ്കിൽ 220, അതുപോലെ തന്നെ ഈ ഒരു ലെവലാണ് 190 അല്ലെങ്കിൽ 180 ആണെങ്കിൽ പോലും ഒരു 40 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിലാണ് മാർക്കറ്റ് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പ്രീമിയം DKയും ഉണ്ട് എക്സ്പയറി ആയതുകൊണ്ട്. ഇപ്പോൾ ഒരു 100 ലെവലാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. 24,100 കോൾ ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു 100 നിന്ന് സ്പൈക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്തു. 1.8K ലോസിൽ ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. എന്തായാലും നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.